ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 3 വെള്ളിയാഴ്ച ബോക്സ് ഓഫീസിൽ കളം നിറഞ്ഞാടുന്ന സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബാൾട്ടി, ലോക, കാന്താര, മിറാഷ് ഈ ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻസുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാം. വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ തീർച്ചയായും പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാൾട്ടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് പോവാം. ബാൾട്ടി ഇന്ന് 8ാം ദിനമാണ് ഈ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയ്ക്ക് ഇന്നും നേടാൻ കഴിഞ്ഞിരിക്കുന്ന കളക്ഷനുകളെല്ലാം തന്നെ. എന്താണെങ്കിലും കഴിഞ്ഞ ഏതാനും ദിവസമായി സ്റ്റഡി കളക്ഷനിൽ പോയിരുന്ന ഈ ഒരു ചിത്രം ഉണ്ണി ശിവലിംഗമാണ് സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗമാണ് പ്രധാന നായകനായി എത്തിയിരിക്കുന്ന. ഇന്ന് സിനിമയ്ക്ക് 322 ഷോകളിൽ നിന്ന് 6000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ഇടിവ് ഉണ്ടായിരുന്നു. അത് പ്രതീക്ഷിച്ചതാണ്. 9,12,000 രൂപയോളമാണ് സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നത്. അതായത് 10 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ട്രാക്ഡ് കളക്ഷൻസിൽ വന്നിരിക്കുന്നത്. ഏകദേശം 18 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. ഇന്നലെ 45.5 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു കളക്ഷൻ വന്നത്. അതായത് 65 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷൻ വന്നിരുന്നത്. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്ഡ് കളക്ഷൻസിലൂടെ സിനിമ നേടിയിരിക്കുന്നത് 5,46,00,000 രൂപയാണ്. അതായത് 7 കോടിയോളമാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന കളക്ഷൻ. ആദ്യ ദിനങ്ങളിലെല്ലാം തന്നെ 1 കോടി നേടിയ ചിത്രം കാന്താരയുടെ വരവോടുകൂടി തന്നെ ഒരു ഇടിവ് ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താണേലും ഈ ഒരു സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഷോകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് പ്രധാന കാര്യം. ശനി ഞായർ ദിനങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മിറാഷ് ആണ് അടുത്ത ചിത്രമായി നമ്മൾ കാണുന്നത്. മിറാഷ് ഏകദേശം ഫൈനൽ റൺ പോലെ തന്നെയാണ് എത്തിയിരിക്കുന്നത്. 15ാം ദിനത്തിലാണ് സിനിമ. 13 ദിനം, അതായത് കാന്താര ഇറങ്ങുന്നിടം വരെ ഈ സിനിമയ്ക്ക് മികച്ച പ്രതികരണവും അല്ലെങ്കിൽ മികച്ച രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. വലിയ പ്രതികരണങ്ങൾ കുറവായിരുന്നുവെങ്കിലും ജിത്തി ജോസഫിൻ്റെ ഈ ഒരു സിനിമ ആസിഫ് അലിയാണ് നായകനായി എത്തിയത്. ഇന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 1,72,00,000 രൂപ മാത്രമാണ്. 58 ഷോകളാണ് ട്രാക്ക് ചെയ്തപ്പോൾ 1000-ഓളം ടിക്കറ്റുകളും 10% ഒക്യുപ്പൻസിയുമാണ് തിയേറ്ററിൽ ഉണ്ടായിരിക്കുന്നത്. ട്രാക്ഡ് കളക്ഷൻസിലൂടെ 5 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ചിത്രം. ഏകദേശം 7.25 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് 9 കോടിക്ക് അടുത്ത് എത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അടുത്ത വാരത്തോടെ സിനിമ തിയേറ്ററുകൾ വിടുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. കാരണം ഷോകളുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് ബുധനാഴ്ച വരെ ഉണ്ടായിരുന്ന 220 ഷോകളായിരുന്നു. ഏകദേശം 20 ലക്ഷം രൂപയോളം സിനിമ ഡെയിലി കളക്ട് ചെയ്തിരുന്നു. ഏകദേശം 35 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാക്ഡ് അല്ലാത്ത അല്ലെങ്കിൽ ഫൈനൽ ഗ്രോസായി വന്നുകൊണ്ടിരുന്ന ചിത്രമായിരുന്നു. എന്തായാലും ഇനി കാന്താരയാണ് കളം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. കാന്താരയുടെ വരവോടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി തന്നെ വിറയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. കാന്താരയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഗംഭീരം തന്നെയാണ്. സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നേടാൻ കഴിഞ്ഞത്. ആദ്യ ദിനം 6,06,00,000 രൂപയാണ് നേടിയെങ്കിൽ ഇന്ന് ഇതുവരെ നേടിയിരിക്കുന്നത് 3,07,00,000 രൂപയോളമാണ്. ഇത് മലയാള സിനിമയല്ലല്ലോ, എടുത്തു പറയാനുള്ള ഒരു കാര്യം അത് തന്നെയാണ്. ഒരു കന്നഡ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ്. 1,523 ഷോകളിൽ നിന്ന് 1,89,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 42% ഇന്നത്തെ ഒക്യുപ്പൻസി എന്നുള്ളതും എടുത്തു പറയാം. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഈ 2 ദിവസം കൊണ്ട് 10 കോടി പിന്നിട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. കാന്താരയുടെ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യ ദിനത്തെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതാണ്. തേർഡ് പാർട്ടി സൈറ്റുകളിൽ മുഖാന്തരമുള്ളതാണ്. ഒഫീഷ്യൽ കളക്ഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ചിട്ട് 89 കോടിയാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരുന്നത്. 100 കോടിക്ക് മുകളിൽ പോകുമെന്നുള്ളതായിരുന്നു നമ്മൾ ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. ഇനി ആ ഒരു ഡീറ്റെയിൽഡ് കളക്ഷനിലേക്ക് നമുക്ക് വരാം. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഞെട്ടിക്കുന്ന കളക്ഷനാണ് സിനിമയ്ക്ക് വന്നത്. 21.5 കോടിയോളമാണ്. കേരളത്തിൽ നമുക്കറിയാം 6,06,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നത്. ഒരുപക്ഷെ 3-4 കോടിയൊക്കെ വരുമെന്ന് പറഞ്ഞെടുത്ത് 6 കോടി വന്ന് വലിയ രീതിയിലുള്ള ഒരു സംഭവമായി. ഒരു കന്നഡ മൂവിയുടെ ആദ്യ ദിനത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നു. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ 6,15 കോടി നേടാൻ കഴിഞ്ഞു. ആന്ധ്ര തെലങ്കാനയിൽ 16 കോടി നേടാൻ കഴിഞ്ഞു. കർണാടകത്തിൽ 25 കോടിയും നേടാൻ കഴിഞ്ഞു. ഓവർസീസിൽ പ്രതീക്ഷിച്ചത്ര ഉയർച്ചയുണ്ടായില്ല. അതാണ് 100 കോടിയിലേക്ക് എത്താഞ്ഞത്. 1.52 മില്യൺ ഡോളറാണ് നേടിയത്. അതായത് 13.5 കോടിയാണ് നേടിയത്. അങ്ങനെ മൊത്തം 89 കോടിയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. കാന്താര ഇന്ന് മലയാളം മാത്രമല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ അമ്മാതിരി പിടിച്ചു കുലുക്കുന്ന ചിത്രം തന്നെയായി മാറുകയാണ്. ഈ ഒരു നിമിഷത്തിലും സിനിമയ്ക്ക് മണിക്കൂറിൽ വിറ്റുപോകുന്നത് 79,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. കേരളത്തിലും എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചിത്രമായ ലോകയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ലോക ഇന്ന് അത്ര ഗംഭീര പ്രകടനമല്ല കാഴ്ചവെക്കുന്നെങ്കിലും മികച്ച പ്രകടനം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നു. കാരണം ഈ ഒരു വർക്കിംഗ് ഡേയിലും സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള കളക്ഷൻ വന്നിരിക്കുന്നു. ഓൾറെഡി ഇൻഡസ്ട്രി ഹിറ്റായ സിനിമ
വീണ്ടും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കുകയാണ്. കാരണം അത് സോഷ്യൽ മീഡിയയിലെ ആളുകളാണല്ലോ ഇപ്പോൾ ഈ ഇൻഡസ്ട്രി ഹിറ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കളക്ഷനും സിനിമ തൂക്കുമെന്ന് ഉറപ്പാണ്. ഇനി കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. 656 ഷോകളാണ് ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 19,400ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നതായി ട്രാക്കേഴ്സ് പറയുന്നത്. 14% മാത്രമാണ് ഇന്ന് സിനിമയുടെ ഒക്യുപ്പൻസി. ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഇടിവ് തന്നെയാണ്. ഇന്ന് ഇതുവരെ വന്നിരിക്കുന്നത് 31 ലക്ഷം രൂപയാണ്. 31,19,000 രൂപ മാത്രമാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഈ ഒരു കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 50 ലക്ഷം രൂപയാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. ഇനിയും ഏകദേശം 4 മണിക്കൂർ കൂടിയുണ്ട്. ആ ഒരു അവസരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു 35 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 36 ലക്ഷം രൂപ വരെ ആയിരിക്കാം ഇന്നത്തെ മാക്സിമം ആയിട്ടുള്ള ട്രാക്ക്ഡ് കളക്ഷൻ വരാൻ പോകുന്നത്. അതായത് 55-60 ലക്ഷം രൂപ വരുമെന്നുള്ളത് മോശമല്ലാത്ത തെറ്റില്ലാത്ത ഒരു കളക്ഷനാണ്. പക്ഷേ ഒരു 37-ാം ദിനത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ അതൊരു ഭീകര കളക്ഷൻ എന്ന് തന്നെ വിലയിരുത്തിയേ കഴിയുകയുള്ളൂ. പക്ഷേ ലോകെ വെച്ച് നോക്കുമ്പോൾ അത് ചെറിയ കളക്ഷൻ എന്നാണ്. കാരണം കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 5-6 ദിവസങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ദിനങ്ങളിലും സിനിമ 1 കോടിക്ക് മുകളിലായിരുന്നു. ഇന്നലെ സിനിമയ്ക്ക് വന്നത് ഫൈനലായി വന്നത് 674 ഷോകളിൽ നിന്ന് 52,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 82,67,000 രൂപയായിരുന്നു ട്രാക്ക്ഡ് കളക്ഷൻ. അതായത് 1,05 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നത്. സിനിമയുടെ ഇപ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി പറയുന്നത് 117 കോടി 10 ലക്ഷം രൂപയോളം 36 ദിനങ്ങൾ കൊണ്ട് വന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കളക്ഷനോടെ നമുക്ക് പ്രതീക്ഷിക്കാം 117 കോടി 56 അല്ലെങ്കിൽ 117 കോടി 60 ലക്ഷം രൂപയിലേക്ക് സിനിമ എത്തുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. എന്താണേലും സിനിമ 118 കോടി 90 ലക്ഷം രൂപ വേണം എന്നാണ്, അല്ലെങ്കിൽ 118.9 വേണമെന്നാണ് പറയുന്നത് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനായിട്ട്. എന്തായാലും ദുൽഖർ ഇവിടെ അതിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റ് പോസ്റ്ററെല്ലാം പല സ്റ്റാൻഡുകളിലും ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ അതിൽ നമുക്ക് ഉറപ്പിക്കാം അത് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി സോഷ്യൽ മീഡിയയിലെ കണക്കുകളും തകർത്ത് തന്നെ സിനിമ പോവുകയുള്ളൂ. ലോക ഇതുവരെ ട്രാക്കിംഗ് കളക്ഷനിലൂടെ നേടിയിരിക്കുന്നത് 107.77 കോടി രൂപയാണ്. അതായത് തുടരുമെന്ന ചിത്രം നേടിയതിനേക്കാൾ ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടിയിരിക്കുകയാണ് ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ. തുടരുമെന്ന ചിത്രത്തിന് 107 കോടി 19 ലക്ഷം രൂപയാണ്. ഇവിടെ 107.77 കോടിയാണ് സിനിമയ്ക്ക് വന്നത്. അതായത് 107 കോടി 77 ലക്ഷം എന്ന് തന്നെ പറയാം. വരുന്ന ശനി ഞായർ ദിനങ്ങളിലും മികച്ച രീതിയിലുള്ള കളക്ഷൻ സിനിമ വരും. അതായത് ഞായറാഴ്ചയോടെ സിനിമ 118 കോടി അല്ലെങ്കിൽ 118 കോടി 9 കോടി കടക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇനിയും വേണ്ടത് ഏകദേശം ഒരു 1.5 കോടിക്ക് താഴെ എന്നുള്ള, അല്ലെങ്കിൽ 1.5 കോടി എന്ന് പറയാം ഇന്നത്തെ കളക്ഷൻ പറയുമ്പോൾ. എന്തായാലും മണിക്കൂറിൽ ഇപ്പോൾ സിനിമയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് 1,100ഓളം ടിക്കറ്റുകളാണ്. നാളെ അപ്പോൾ മികച്ച ഒരു പ്രതികരണം തന്നെ അല്ലെങ്കിൽ ഒരു കളക്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാളെയും സിനിമയ്ക്ക് 1 കോടിയോളം ബോക്സ് ഓഫീസിൽ നിന്ന് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അങ്ങനെ ശനി ഞായർ ദിനങ്ങൾ കൂടെ ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു തരത്തിലേക്ക് പോകും. ഇനിയും സിനിമയുടെ ഡീറ്റെയിൽഡ് കളക്ഷനിലേക്ക് വരാം. ഏരിയ വൈസുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് കേരളത്തിൽ നിന്ന് 117 കോടി 20 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള കളക്ഷനിൽ ട്രാക്കേഴ്സ് പുറത്ത് വിട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് 24 കോടി വന്നിരിക്കുന്നു. കർണാടകത്തിൽ നിന്ന് 14 കോടി 40 ലക്ഷം രൂപ വന്നിരിക്കുന്നു. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 13 കോടി 60 ലക്ഷം രൂപയും വന്നിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് 7.56 കോടിയാണ് വന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക്കിൽ നിന്ന് 176 കോടി 40 ലക്ഷം രൂപ ആണ് വന്നിരിക്കുന്നത്. UAE-GCCയിൽ നിന്ന് 8.345 മില്യനും, നോർത്ത് അമേരിക്കയിൽ നിന്ന് 2.142 മില്യനും, UK അയർലൻഡിൽ നിന്ന് 1.415 മില്യനും, ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് $731K, ജർമ്മനിയിൽ നിന്ന് $374K, റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് $359K. ഓവർസീസിൽ നിന്ന് മാത്രമായിട്ട് $13.36 മില്യൺ വന്നിരിക്കുന്നത്. 118 കോടി 67 ലക്ഷം രൂപയോളം. അതായത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 295.5 കോടിയിലേക്ക് എത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏകദേശം 4.5 കോടി കൂടിയാണ് സിനിമയ്ക്ക് ഇനിയും 300 കോടി എന്നുള്ള ആ ഒരു മാജിക്കൽ ഫിഗറിലേക്ക് എത്താനുള്ളത്. ഇനി നാളെ ഈ ഒരു സിനിമയ്ക്ക് പോകുന്ന ആരൊക്കെയാണ്, നിങ്ങൾക്കതൊന്ന് കമൻസിലൂടെ പറയാം. പല പല റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ സിനിമ ഇനിയുള്ളത് ഈ ഒരു 118 കോടിയുടെ റെക്കോർഡാണെങ്കിൽ അതും തീർത്തിട്ടേ കളം വിടുകയുള്ളൂ. അതേപോലെ തന്നെ സിനിമയുടെ OTT ഡേറ്റ് വന്നിരിക്കുകയാണ്. നമുക്കറിയാവുന്നത് 23-ാം തീയതിയാണ് സിനിമ OTTയിലേക്ക് എത്തുന്നത്. അതായത് ഇനിയും 20 ദിവസം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് സിനിമയ്ക്ക് ലോങ് റൺ തിയേറ്ററിലുണ്ടാകും. അപ്പോൾ 120-125 കോടി കഴിഞ്ഞിട്ടേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളം വിടാനുള്ള ഉദ്ദേശമുള്ളൂ എന്നുള്ളത് എതിരാളികളെ അറിയിക്കുന്നു എന്നുള്ളത് ഞാൻ പറയുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ബിഗ് മീഡിയാസ്.